അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. ഒരു ബുർദയുടെ മജ്‌ലിസ് തുടങ്ങുകയും തന്റെ മരണത്തിന് ശേഷം ആ ബുർദ മജ്‌ലിസ് ഗംഭീരമായി നടക്കുകയും അതിന്റെ പേരിൽ അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ചര്യ ഈ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ടാണ് അയാൾ മരണപ്പെട്ടു പോയത്. ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ വലിയ നബിദിനാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് UAE മൊത്തം നൽകിയ ഖുതുബ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനെ കുറിച്ചും അതിന് പ്രചോദനം നൽകുന്നതിനെ കുറിച്ചും അതിന്റെ പുണ്യങ്ങളെ കുറിച്ചും പരാമർശിക്കുന്ന ഖുതുബകൾ ആയിരുന്നു. അപ്പൊ മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ഇത് സംബന്ധമായ ആഘോഷങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്ന ഒരു സമയത്ത് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി മാസാന്തം നടത്തുന്നതാണെങ്കിലും ഈ മാസത്തിൽ റബീഉൽ അവ്വൽ കൂടി ആയതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷത്തിന്റെ മജ്‌ലിസും കൂടിയാണ് ഈ സദസ്സ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ നമ്മുടെ ഒരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഫലപ്രദമാവുകയില്ല. മുസ്തഫ നബി തങ്ങളെ സ്നേഹിച്ച ഒരു മനുഷ്യൻ അയാളുടെ പക്കൽ നിന്ന് ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തു കിട്ടാനുള്ള തൗബയുടെ കവാടം അയാളുടെ മുന്നിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്നത് വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉത്ബോധിപ്പിക്കുന്നുള്ളൂ. അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാതെ ഒരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല. നബിതങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ പക്കൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചു പോയെങ്കിൽ അത് പുറത്തു കിട്ടുവാനുള്ള തൗബയുടെ കവാടം അയാളുടെ മുന്നിൽ തുറക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ ഇബാദത്തുകൾ ധാരാളം ചെയ്തു എന്നതുകൊണ്ട് പരലോകത്ത് ഒരു പ്രയോജനവും ലഭിക്കുകയുമില്ല. ചില മനുഷ്യന്മാർ ഇവിടെ പറയുന്നു അള്ളാഹു റസൂലിനെ സ്നേഹിക്കുക പറഞ്ഞാൽ നബിതങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തുൽ ഇസ്ലാം പിൻപറ്റി ജീവിക്കൽ മാത്രമാണ് എന്ന് ചിലർ പരിമിതിപ്പെടുത്തും. നാം വിശ്വസിക്കുന്നതും നാം പറയുന്നതും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വിഭാവനം ചെയ്യുന്നതും നബിതങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ പിൻപറ്റൽ വരും. ആദ്യം വേണ്ടത് സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിലേ തങ്ങളുടെ ശരീഅത്തിനെ പിൻപറ്റൽ പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഭാഷയിൽ സ്നേഹവും വേണം, ശരീഅത്ത് പിൻപറ്റലും വേണം, രണ്ടും വേണം. സ്നേഹം മാത്രമല്ല ശരീഅത്ത് പിൻപറ്റൽ. ശരീഅത്ത് പിൻപറ്റലാണ് സ്നേഹം എന്ന് പരിമിതപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഇമാം ബുഖാരിയുടെ സഹീഹ് ലോകത്ത് എല്ലാവർക്കും പരിചയമുള്ളതും കേട്ടുപരിചയമുള്ളതും പാരായണം ചെയ്തതും എല്ലാവരും അംഗീകരിക്കുന്ന ഖുർആനിന് ശേഷമുള്ള അസ്ഹഹുൽ കുതുബി ബഅദ കലാമില്ലാഹി സഹീഹുൽ ബുഖാരി, അള്ളാന്റെ കലാമായ ബുഖാരിക്ക് ശേഷം ലോകത്ത് ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം രണ്ടാമതൊന്ന് പറയാനുണ്ടെങ്കിൽ ബുഖാരിയാണ്. ആ ബുഖാരിയിലുള്ള ഹദീസ് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ലോകത്തിന്റെ ചരിത്രം. അതിൽ കാണാം ഒരു മനുഷ്യൻ നബിതങ്ങളുടെ കാലത്ത് കള്ളുകുടിച്ചു. ആരാ കള്ളുകുടിക്കുന്നത്? സ്വഹാബി. ഇയാൾ സ്വഹാബി എന്ന് പറഞ്ഞാൽ എപ്പോഴും നബിതങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ആളാകണമെന്നില്ല. എവിടെയോ കാട്ടിലോ മലയിലോ താമസിക്കുമ്പോൾ വല്ലപ്പോഴും ടൗണിൽ വരുന്ന സമയത്ത് അള്ളാഹു റസൂലിന്റെ ഹദ്റത്തിൽ ഒന്ന് തിരിച്ചു പോകുന്ന ആളായിരിക്കാം. കൂടുതൽ അയാൾക്ക് പരിജ്ഞാനം കിട്ടിയിട്ടൊന്നും ഉണ്ടാകില്ല. അങ്ങനെ അള്ളാഹു റസൂൽ ഇദ്ദേഹത്തെ ഹദ്ദടിക്കാൻ തീരുമാനിച്ചു. കള്ളു കുടിച്ചതിന് ഇസ്ലാമിന്റെ ശിക്ഷ ഹദ്ദടിക്കണം. അയാളെ ഹദ്ദടിക്കാൻ തീരുമാനിച്ചു. സ്വഹാബത്ത് അയാളെ ഹദ്ദടിച്ചു. അള്ളാഹു റസൂൽ വിധിച്ചു, സ്വഹാബത്ത് ഹദ്ദടിച്ചു. കള്ളു കുടിച്ചതിന് ഹദ്ദടിച്ചു. 10 മില്ലി കള്ള് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ ഈമാൻ കിട്ടി മരിക്കുമോ പേടിക്കണം എന്നാണ്. ജീവിതത്തിൽ 10 മില്ലി കള്ള് വയറ്റിലേക്ക് കടന്നാൽ അയാൾ ഈമാനോടെ മരിക്കുമോ ഇല്ലേ പേടിക്കണം. ഈമാൻ കിട്ടുന്ന കാര്യം സംശയമാണെന്നാണ്. അത്രയും മാരകമായ വിപത്തുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ തെറ്റായ ഒരു സംഗതിയാണ് മദ്യപാനം. ലാ യശ്റബുൽ ഖംറു ലാ യശ്റബു ശാരിബു ഹീന യശ്റബുഹാ വഹുവ മുഅ്മിനുൻ. ഒരു മനുഷ്യൻ കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യന് മുഅ്മിനാകാൻ കഴിയില്ല. ഈമാനോട് കൂടി ഒരാൾ കള്ളു കുടിക്കില്ല എന്ന് അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞതായി. മുമ്പ് കാലത്തുണ്ടായിരുന്ന നിയമം കള്ളു കുടിച്ചവനെ കൊല്ലണമെന്നായിരുന്നു. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരാൾ ഒരു പ്രാവശ്യം കള്ളു കുടിച്ചു ഹദ്ദടിക്കും, 2ാം പ്രാവശ്യം കള്ളു കുടിച്ചാൽ ഹദ്ദടിക്കും, 3ാം പ്രാവശ്യം കള്ളു കുടിച്ചാൽ അയാളെ കൊല്ലണം എന്നതായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാല നിയമം. പിന്നീട് അത് മാറ്റി.
ഹദ്ദടിച്ചാൽ മതിയെന്നാക്കി. ആ നിയമത്തിൽ നിലനിർത്തുകയാണ് ചെയ്തത്. ഈ മനുഷ്യൻ കള്ളുകുടിച്ചു, അയാൾ ഹദ്ദടിച്ചു.